നൂലിന് സ്ലൈവറാക്കിയിട്ട് സ്ലൈവറിനെ ഈ മെഷീനിൽ ഇട്ടിട്ട് മെഷീനിലൂടെ ഈ നൂലാകും. ഈ നൂല് ഇതിലേക്ക് ഇടും. ഈ ബോബിനെടുത്ത് ഇതിലേക്ക് ചുറ്റിയെടുക്കും. അങ്ങനെ ചുറ്റി വരുന്നതാണ്. ഞാൻ ചേച്ചിയോട് ഇതാരാന്നറിയോ നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്യണം. അല്ലാണ്ട് കുറെ 5-6 ബുക്ക് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് തന്ന ആന്റി അത് അയച്ചു കൊടുക്കില്ല. നിങ്ങൾ അതിനെ നന്നായി പാക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള ആളുടെ അഡ്രസ്സും എഴുതണം, നിങ്ങളുടെ അഡ്രസ്സും എഴുതണം. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാം, ഫോൺ ബില്ല് അടയ്ക്കാം, എല്ലാ സൗകര്യങ്ങളും ഇതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം. CSC എന്ന് പറഞ്ഞാൽ കണ്ടോ, CSC എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന മറ്റു കാര്യങ്ങളാണ്. ബില്ലുകളൊക്കെ അടയ്ക്കാൻ പറ്റും, എല്ലാ ബില്ലും ഇവിടെ കൊണ്ടുവന്ന് തരാം. പിന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. സേവിങ്സ് അക്കൗണ്ട് പറഞ്ഞാൽ അറിയോ, അച്ഛനും അമ്മയ്ക്കൊക്കെ ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതേപോലെ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. നിങ്ങൾക്കും തുടങ്ങാൻ പറ്റും. ഒരു ക്യാൻവാസിംഗ് ആയിക്കോട്ടെ, വീട്ടിലേക്ക് പോയി പറയണം. പെൺകുട്ടികൾക്ക് സ്വന്തം പേരിൽ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്ന ഒരൊറ്റ സ്ഥലമാണ് പോസ്റ്റ് ഓഫീസ്. അച്ഛൻ്റെ അടുത്ത് അമ്മടുത്ത് പോയി പറയണം കേട്ടോ. സുകന്യാ സമൃദ്ധി എന്നാണ് അതിന്റെ പേര്. ആൺകുട്ടികൾക്കും പറ്റും, RD തുടങ്ങാൻ പറ്റും. വീട്ടിൽ പോയിട്ട് പറയണം, ഇന്ന് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. സീലടിക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഒരു കത്ത് വരുന്ന സമയത്ത് ഒന്ന കളറാണ് പോസ്റ്റ് ബോക്സിൽ ഉണ്ടാവുക. വേറെ ഒരു കളറും അടിക്കാൻ പാടില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പച്ചയും മഞ്ഞയും ചോപ്പും ഒന്നും അടിക്കാൻ പാടില്ല. ചുവപ്പ് കളറാണ് പോസ്റ്റ് ബോക്സിൽ ഉണ്ടാവുക. കണ്ടിട്ടുണ്ട് ചിത്രത്തില്? പോകുമ്പോ നോക്കണം, ആ ജനലിന്റെ വെളിയിൽ പോസ്റ്റ് ബോക്സ് ഉണ്ട് കേട്ടോ. ആ പോസ്റ്റ് ബോക്സിന്റെ ഉള്ളില് നമ്മൾ കൊണ്ടുവരുന്ന ലെറ്റർ ഇട്ടാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ രാവിലെ വന്ന് പോസ്റ്റ് ബോക്സ് വന്ന ഉടനെ ആന്റി ചെയ്യുന്ന ഫസ്റ്റ് പണി എന്താ അറിയോ? ഈ വാതിൽ തുറക്കണതിന്റെ കൂടെ ആ പോസ്റ്റ് ബോക്സ് തുറക്കും. പോസ്റ്റ് ബോക്സ് തുറന്നിട്ട് നിങ്ങളെ പോലുള്ള ആരെങ്കിലും അതിന്റെ ഉള്ളിൽ കത്തിട്ടിട്ടുണ്ടോ എന്ന് നോക്കും. എന്താ കത്ത് പറഞ്ഞാല്, നമുക്ക് ദൂരെയുള്ള ലെറ്റർ, ദൂരെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അറിയിക്കണമെങ്കിൽ 2 രീതിയിൽ നമുക്ക് കത്തുകൾ അയക്കാൻ പറ്റും. ഒന്ന്, നിങ്ങളൊരു വെള്ള പേപ്പറിൽ കത്ത് എഴുതുക, എന്നിട്ട് മടക്കിയിട്ട് കവർ വാങ്ങിക്കാൻ കിട്ടും പോസ്റ്റ് ഓഫീസിൽ നിന്ന്. ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങുന്ന കവറില് ഈ ലെറ്റർ ഇട്ട് അതിനെന്ത് ചെയ്യണം? ഒട്ടിക്കണം. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ചുരുട്ടി മടക്കിയിട്ടൊന്നും പെട്ടിയിൽ ഇടാൻ പാടില്ല. ഒട്ടിച്ചതിന് ശേഷം പോസ്റ്റ് ബോക്സിനുള്ളിൽ ഇടണം. അതിന്റെ മുമ്പ് കവറിൽ എന്ത് എഴുതണം? ആർക്കാണോ കിട്ടേണ്ടത് അവരുടെ അഡ്രസ്സ് എഴുതണം. അപ്പോഴല്ലേ ഞങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. ആന്റി വന്ന് പോസ്റ്റ് ബോക്സ് തുറന്നതിന് ശേഷം നിങ്ങൾ ഇട്ടിട്ടുള്ള കത്തെടുക്കും. എന്നിട്ട് അത് എവിടേക്കാണ് എന്ന് വായിച്ചു നോക്കും. മോളുടെ പേരെന്താണ്? അനുഗ്രഹിക്ക്. എവിടെയെങ്കിലും സ്വന്തക്കാർ എവിടെയെങ്കിലും ഉണ്ടോ? പാലക്കാട് എവിടെയുള്ള പേരിൽ കിട്ടും. നമ്മൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് 500 രൂപയാണ് ആവശ്യം. പെൺകുട്ടികൾക്കുള്ള അക്കൗണ്ടിന് 250 രൂപ മതി. ആരെങ്കിലും വീണോ? സൗകര്യങ്ങളും പോസ്റ്റ് ഓഫീസും ഉണ്ട്. ഇനി ഈ പോസ്റ്റ് ഓഫീസ്, നമ്മുടെ പുള്ളോട് പോസ്റ്റ് ഓഫീസ് രാവിലെ 9 മണി തൊട്ടിട്ട് 1 മണി വരെ ഉള്ളൂ.